നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരൾച്ച വിലയിരുത്താൻ ജില്ലയിൽ കേന്ദ്ര സംഘമെത്തി. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ സന്ദർശനത്തിൽ പ്രാദേശിക ജനപ്രതിനിധികൾ വിട്ടുനിന്നു. മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് പരാതി. നക്സൽ നേതാവ് എ വർഗീസിനെ ക്രിമിനലായി ചിത്രീകരിച്ച സത്യവാങ്മൂലം സർക്കാർ മാറ്റി നൽകും. നടപടി LDF തീരുമാനപ്രകാരം. വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നടത്തിപ്പുകാരുടെ പകൽ കൊള്ള. മാനന്തവാടി പഴശ്ശിക്കുടീരത്തിൽ വകുപ്പ് മന്ത്രിയുടെ പാർട്ടി ഭാരവാഹികളുടെ ബന്ധുക്കൾക്ക് നിയമനം. കാരണമില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. മൂടക്കൊല്ലി പന്നി ഫാമിനെതിരായ പരാതി വ്യക്തിവൈരാഗ്യവും വ്യാജവുമെന്ന് ഫാം ഉടമകൾ. വനാതിർത്തി ഗ്രാമങ്ങൾ വൈദ്യുതീകരിച്ച് നൂൽപ്പുഴ മാതൃകയായി. വനത്തിലൂടെ കേബിൾ വഴി വൈദ്യുതി എത്തിച്ചു. 30 കുടുംബങ്ങൾക്ക് വെളിച്ചം നൽകി. ഭഗവാന് വിളക്ക് വെച്ചാൽ കിട്ടുന്ന 20 രൂപ കൊണ്ട് നിത്യനിദാനം 80-ാം വയസ്സിൽ. മലമ്പുലിയൻ കുന്നിലെ അനന്തൻ ചെട്ടിക്കും ഭാര്യയ്ക്കും വാർദ്ധക്യകാല പെൻഷൻ ഇല്ല. വാർത്തകളിലേക്ക് വിശദമായി. വരൾച്ച വിലയിരുത്താൻ കേന്ദ്ര സംഘമെത്തി. ജില്ലയിൽ വരൾച്ചയും കൃഷിനാശവും രൂക്ഷമായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു. കൃഷി, ധനകാര്യം, വൈദ്യുതി, കർഷകക്ഷേമ മന്ത്രാലയങ്ങളെ പ്രതിനിധീകരിച്ച് അശോക് കുമാർ, ഡോക്ടർ പൊന്നുസ്വാമി, അഞ്ജലി, ചന്ദ്ര, രാഹുൽ സിംഗ്, ഗോപാൽ പ്രസാദ്, വിജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ വരൾച്ചാബാധിത മേഖല സന്ദർശിച്ചത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ പുൽപ്പള്ളി പഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനി, വണ്ടിക്കടവ് ആദിവാസി കോളനി, കബനി നദിയിലെ കൊളവള്ളി എന്നിവിടങ്ങളിലാണ് സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. വിവിധ പ്രദേശങ്ങളിലെ വരൾച്ചയും കൃഷിനാശത്തെപ്പറ്റിയും സംഘാംഗങ്ങൾ ചോദിച്ച് അറിഞ്ഞു. ഗാന്ധിനഗർ കോളനിയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും വണ്ടിക്കടവ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തെപ്പറ്റിയും സംഘാംഗങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു. വറ്റിവരണ്ട കന്നാരം പുഴയിലെയും കബനി തീരത്തും എത്തി കർഷകരുമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് സംഘാംഗങ്ങൾ മടങ്ങിയത്. ജില്ലാ കളക്ടർ BS തിരുമേനിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. വയനാട്ടിലെ രൂക്ഷമായ വരൾച്ചയെക്കുറിച്ചും കൃഷിനാശത്തെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് സംഘം ലീഡർ അശ്വിനി കുമാർ പറഞ്ഞു. മഴ പെയ്തതുമൂലം വരൾച്ച സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിനുള്ള റിപ്പോർട്ടുകൾ പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അവർ അറിയിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിൽ നിന്ന് ജനപ്രതിനിധികൾ വിട്ടുനിന്നു. പഞ്ചായത്ത് ഭരണസമിതിയടക്കം പ്രാദേശിക ജനപ്രതിനിധികളെ മുൻകൂട്ടി അറിയിക്കാതെയാണ് കേന്ദ്ര സംഘം സന്ദർശനത്തിനെത്തിയതെന്ന് ആക്ഷേപം. കേന്ദ്ര സംഘം വരുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെയും കർഷകരെയും ജനപ്രതിനിധികളെയും അറിയിക്കാതെയും അഭിപ്രായങ്ങൾ ചോദിക്കാതെയും എത്തിയതാണ് പരാതിക്കു കാരണം. വേനൽ മഴയിൽ പച്ചപ്പ് പടർന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായുള്ള സ്ഥല സന്ദർശനവും വിലയിരുത്തലും റിപ്പോർട്ടും മൂലം കർഷകർക്ക് ലഭ്യമാകേണ്ട സാമ്പത്തിക സഹായം അടക്കമുള്ള പാക്കേജുകളുടെ കാര്യത്തിൽ സംശയവും ആശങ്കയും ഉണ്ടെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നക്സൽ നേതാവ് എ വർഗീസ് പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട കേസിൽ വർഗീസിനെ കൊള്ളക്കാരനും ക്രിമിനലുമായി ചിത്രീകരിച്ച് മുൻ ഗവൺമെന്റിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം മാറ്റി നൽകാൻ ധാരണയായി. കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ ഇടത് ഗവൺമെന്റിന്റെ നിലപാടിനനുസൃതമായി പുതിയ സത്യവാങ്മൂലം നൽകാൻ ധാരണയായി. തിരുനെല്ലി കൂമ്പാരക്കുനിയിൽ പോലീസ് വെടിവയ്പിൽ എ വർഗീസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ജൂലൈ 16-നാണ് മുൻ സർക്കാർ അഭിഭാഷകൻ വർഗീസിന് ക്രിമിനലും കൊലപാതകയും അക്രമകാരിയുമായി ചിത്രീകരിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഇത് വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. 1970 ഫെബ്രുവരിയിൽ വർഗീസ് കൊല്ലപ്പെട്ടത് പോലീസ് വെടിവെച്ചിട്ടാണെന്നും വെടിയുതിർത്തത് താനാണെന്നും പോലീസ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് കേസ് അന്വേഷിച്ച CBI IG ലക്ഷ്മണ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും കോടതി ലക്ഷ്മണയെ ശിക്ഷിക്കുകയും വർഗീസിന്റെ കുടുംബത്തിന് ലക്ഷ്മണ 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ലക്ഷ്മണ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും CBI കോടതി വിധി ശരിവെച്ചു. കേസിന്റെ വിചാരണ വേളയിൽ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ നിര്യാതനായി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വർഗീസിന്റെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് മുൻ ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വർഗീസിനെ മോശമായി ചിത്രീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും ഇടത് നിലപാടിന് ചേർന്നതല്ലെന്നും LDF യോഗത്തിൽ ആവശ്യമുയർന്നു. തുടർന്നാണ് സത്യവാങ്മൂലം തിരുത്തി നൽകാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ വിവാദ സത്യവാങ്മൂലം മാറ്റി നൽകാനാണ് ധാരണ. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. രാജ്യാന്തര വിനോദസഞ്ചാര ഭൂപടത്തിൽ 9-ാം സ്ഥാനത്തുള്ള വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. വയനാട് DTPC അഴിമതിയുടെ കേന്ദ്രമാകുന്നതായി ആരോപണം. വയനാട് ന്യൂസ് അന്വേഷണം.
ലക്ഷങ്ങളുടെ വരുമാനമുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നില്ലെന്ന ആരോപണം സജീവമാണ്. ഇതര സംസ്ഥാനക്കാരും വിദേശികളും സീസണുകളിൽ കൂടുതലായി എത്തുന്ന പൂക്കോട് തടാകം, കർലാട് തടാകം, കുറോദ്വീപ് എന്നിവിടങ്ങളിൽ സഞ്ചാരികൾക്ക് വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ സൗകര്യങ്ങളില്ല. ഉള്ളവ തന്നെ കരാറുകാർക്ക് സഞ്ചാരികളെ കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രവേശന ഫീസ് ഇനത്തിൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് ഓരോ മാസവും DTPCക്ക് കിട്ടുന്നത്. എടയ്ക്കൽ ഗുഹയും കുറോദ്വീപും DMCകൾ പരിപാലിക്കുമ്പോൾ വരുമാനത്തിന്റെ ഒരു ഓഹരി DTPCക്കുള്ളതാണ്. അവധിക്കാലം തുടങ്ങിയതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് വയനാട്ടിലേക്ക്. അന്യ സംസ്ഥാനക്കാരോ വിദേശികളോ ആയ ടൂറിസ്റ്റുകൾക്ക് ഈ കേന്ദ്രങ്ങളുടെ പ്രാധാന്യവും ചരിത്രവും പ്രത്യേകതയും വിവരിക്കാൻ പലയിടത്തും ബഹുഭാഷാജ്ഞാനികളായ ഗൈഡുകളില്ല. മാനന്തവാടി പഴശ്ശി പാർക്ക്, അമ്പലവയൽ, എടയ്ക്കൽ ഗുഹ, കുറോദ്വീപ് എന്നിവിടങ്ങളിൽ മാനേജർ സ്ഥാനത്തുള്ളവർ തന്നെ വിവിധ അഴിമതികൾക്ക് അന്വേഷണമോ നടപടിയോ നേരിടുന്നവരാണ്. ജീവനക്കാരന്റെ ബാങ്കിൽ അടയ്ക്കേണ്ട പണം തിരിമറി നടത്തിയ കേസിൽ ആരോപണ വിധേയരാണ് DTPC ഓഫീസിലെ പ്രധാനികൾ പോലുമെന്ന് പറയുന്നു. ജീവനക്കാരുടെ സാലറി സേവിംഗ് സ്കീം പ്രകാരമുള്ള LIC തുക തിരിമറി നടത്തിയവരും DTPC ഓഫീസിലുണ്ട്. DTPCയുടെ ടൂറിസം കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ പാട്ടത്തിന് നൽകിയ വകയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടാനുള്ളത്. കുടിശ്ശിക കുന്നുകൂടുന്നത് വരെ വാടകക്കാരെ തുടരാൻ അനുവദിച്ചത് DTPCയുടെ കൈകാര്യകർത്താക്കൾ അറിഞ്ഞുകൊണ്ടാണെന്നാണ് റിപ്പോർട്ട്. DTPCയുടെ നിർവഹണ ചുമതല വഹിക്കുന്ന പലരും വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളെ അഴിമതിക്കും ക്രമക്കേടിനുമുള്ള സങ്കേതങ്ങളായാണ് പരിഗണിക്കുന്നതെന്നാണ് പരാതി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടി പഴശ്ശിക്കുടീരത്തിൽ പിൻവാതിൽ നിയമനം വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ മകൻ ഉൾപ്പെടെ 3 ബന്ധുക്കൾക്ക്. രഹസ്യ നിയമനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. മാനന്തവാടിയിലെ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിക്കുടീരത്തിൽ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റിന്റെ മകൻ, കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറിയുടെ ബന്ധു, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് എസ് നേതാവിന്റെ ബന്ധു എന്നിവരെ വഴിവിട്ട് നിയമിച്ചതായാണ് ആരോപണം. 1 മാസം മുമ്പ് രഹസ്യമായായിരുന്നു നിയമനം. നിയമനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ പഴശ്ശിക്കുടീരത്തിൽ ആവശ്യത്തിലധികം ജീവനക്കാർ നിലവിലിരിക്കെയാണ് പുതിയ നിയമനം നടത്തിയിരിക്കുന്നത്. വീണ്ടും ഇവിടെ നിയമനം നടത്തുന്നതിന് നീക്കം നടത്തുന്നുണ്ട്. മന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് നിയമനം നടത്തിയിരിക്കുന്നത്. വഴിവിട്ട് പുരാവസ്തു വകുപ്പിൽ നിയമനം നടത്തിയ പാർട്ടി നേതാക്കൾക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മറ്റൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ മാനന്തവാടിയിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിക്കുടീരത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ്. മ്യൂസിയത്തിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നതടക്കം പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ഭാരവാഹികൾ. 4 വർഷമായി ഗാലറി അറ്റൻഡറായി ജോലി ചെയ്യുന്ന ശ്യാമളയെയും ഡേ വാച്ചറായി ജോലി ചെയ്യുന്ന ഫിലോമിനയെയുമാണ് ചില രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി അകാരണമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പകരം 3 പേരെ ജോലിയിൽ നിയമിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മാനേജറുമായി ചർച്ച നടത്തിയതായും 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മ്യൂസിയത്തിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നതടക്കം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ മാനന്തവാടിയിൽ പറഞ്ഞു. പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ സ്ഥാപനത്തിന് ക്ഷീണമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് പിന്മാറുകയും വയനാട്ടിലെ ടൂറിസം മേഖലയിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ ഈ സ്ഥാപനത്തെ തകർക്കുന്നത്, ഈ 2 തൊഴിലാളികളെ പിരിച്ചുകൊണ്ട് തകർക്കുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. തിരിച്ചെടുക്കാത്ത പക്ഷം ഈ പിരിച്ചുവിട്ട ആളുകളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ ഈ ഇതിന് മുമ്പിൽ ഇത് തുറക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരപരിപാടികൾ ആരംഭിക്കും. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഇവരൊരു തീരുമാനമെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത്. ആ പ്രശ്നം പരിഹരിച്ച് എഴുന്നേറ്റ് പോകും. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഴുവൻ ഈ സമരത്തിലൂടെ പങ്കെടുക്കും. സ്വാഭാവികമായും അതിന് കോൺഗ്രസ് ഉത്തരവാദിത്വം ഉണ്ടാകില്ല. കാരണം ഒരു കാലം ടൂറിസ്റ്റുകൾക്ക് കടന്നു പോകാൻ അവസരം നഷ്ടപ്പെടും. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടി പ്രിയദർശിനി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തിരുവനന്തപുരം മാനന്തവാടി ദീർഘദൂര സർവീസുകൾ നിലച്ചു. സർവീസ് നിലച്ചത് പ്രിയദർശിനി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MDയുടെ ഏകാധിപത്യ നിലപാട് കാരണമെന്ന് പരാതി. പ്രിയദർശിനി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പ്രധാന വരുമാന മാർഗവും പ്രിയദർശിനിയുടെ ജില്ലയിലെ ഏക ദീർഘദൂര സർവീസുമായ മാനന്തവാടി തിരുവനന്തപുരം സർവീസുകൾ നിലച്ചു. രാത്രി 7 മണിക്ക് മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലും തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8 മണിക്ക് മാനന്തവാടിയിലേക്ക് തിരിക്കുന്ന രീതിയിലും 2 സർവീസുകളാണ് ക്രമീകരിച്ചിരുന്നത്. ഒരു സർവീസ് പൂർത്തിയാകുമ്പോൾ ശരാശരി 25,000 രൂപ വരെ കളക്ഷൻ ലഭിച്ചിരുന്നു. അവധിക്കാലങ്ങളിലും മറ്റും ഇത് 35,000 രൂപ വരെയായി വർദ്ധിച്ചിരുന്നു.
സെമി AC സ്ലീപ്പർ കോച്ച് ബസ്സുകളാണ് സർവീസിനായി ഉപയോഗിച്ചിരുന്നത്. ഈ സർവീസുകളാണ് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 2 ആഴ്ചയിലേറെയായി നിലച്ചിട്ട്. അതേസമയം ഈ ബസ്സുകളുടെ സമയത്ത് തന്നെ മാനന്തവാടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചില സ്വകാര്യ ട്രാവൽസുകളുടെ ബസ്സുകൾ രാത്രികാല സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രിയദർശിനിയുടെ MD കൂടിയായ സബ് കളക്ടറുടെ ചില ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് സർവീസുകൾ നിലയ്ക്കാൻ കാരണമെന്നും പറയപ്പെടുന്നു. മാനന്തവാടി താലൂക്കിലെ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന സർവീസുകൾ റദ്ദാക്കിയതിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. മാനന്തവാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർവീസ് നിലച്ചിട്ടും ഒരാഴ്ചയിലധികമായി. ഇതും MDയുടെ ചില തീരുമാനങ്ങളെ തുടർന്നാണെന്ന് സൂചനയുണ്ട്. ഈ 2 സർവീസുകളും നിലച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് കോർപ്പറേഷന് ഉണ്ടായിരിക്കുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മൂടക്കൊല്ലി പന്നിഫാമിനെതിരെ അയൽവാസിയുടെ പരാതി വ്യാജവും വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ പകപോക്കലാണെന്ന് പന്നിഫാം ഉടമകളായ മൂടക്കൊല്ലി കരികുളത്ത് സത്യൻ, ശ്രീനേഷ്, PN പുഷ്പാകരൻ, PR ലൈജു എന്നിവർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഫാമിനോട് ചേർന്ന് കിടക്കുന്ന പരാതിക്കാരന്റെ സ്ഥലം അമിത വിലയ്ക്ക് വാങ്ങാൻ വിസമ്മതിച്ചതിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് കള്ളപ്പരാതികൾ തങ്ങൾക്കെതിരെ നൽകുന്നത്. പരാതിക്കാരനാണ് തന്നെയും പ്രായപൂർത്തിയാകാത്ത തന്റെ മകളെയും കമ്പിവടി കൊണ്ട് മർദ്ദിച്ചതെന്നും സത്യൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അയൽവാസിയായ കാലാച്ചറ ഗംഗാധർ എന്ന് പറയുന്ന ആളുടെ സ്ഥലം അമിത വിലയ്ക്ക് ഞങ്ങളോട് വാങ്ങാൻ ആവശ്യപ്പെടുകയും അത് ഇത് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കൂടിയാണ് ഞങ്ങളോട് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്നത്. സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ബാങ്കിലെ CDM വഴി നിക്ഷേപിച്ച പണം അക്കൗണ്ടിൽ എത്തിയില്ലെന്നും പണം നിക്ഷേപിച്ചതായുള്ള യാതൊരു രേഖയും ബാങ്കിൽ നിന്നും ലഭിച്ചില്ലെന്നും പരാതി. പുത്തൻകുന്ന് മഠത്തുപടിക്കൽ ഹമീദാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് ഹമീദ് ബാങ്ക് മാനേജർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം യൂണിയൻ ബാങ്കിന്റെ ബത്തേരി ബ്രാഞ്ചിലാണ് സംഭവം. ഹമീദ് തന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് 24,300 രൂപ നിക്ഷേപിക്കാനായാണ് ബാങ്കിലെത്തിയത്. ഇതിൽ 500-ന്റെ 13 നോട്ടുകളും 100-ന്റെ 161 നോട്ടുകളും 50-ന്റെ 34 നോട്ടുകളുമാണ് കൈവശമുണ്ടായിരുന്നത്. CDMൽ പണം നിക്ഷേപിക്കുന്നതിന് ബാങ്കിലെ ഒരു സ്റ്റാഫ് ഇദ്ദേഹത്തെ സഹായിക്കാനായും എത്തി. പണം മെഷീനിൽ നിക്ഷേപിച്ചുവെങ്കിലും 500-ന്റെ നോട്ടുകൾ മാത്രമാണ് CDM സ്വീകരിച്ചത്. ബാക്കി 100-ന്റെയും 50-ന്റെയും നോട്ടുകൾ സ്റ്റെക്കായി നിൽക്കുകയും ചെയ്തുവത്രേ. എന്നാൽ മെഷീൻ സ്വീകരിച്ച തുക അക്കൗണ്ടിൽ വരികയോ മെഷീനിൽ നിന്നും രസീപ്റ്റ് ലഭിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഹമീദ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ബാങ്ക് മാനേജർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഹമീദ്. CDMൽ വന്നു. CDMലേക്ക് കാശ് ഇട്ട സമയത്ത് CDM കാശ് എടുക്കുന്നതായിട്ട് തോന്നി. പിന്നെ സ്ട്രക്കായ സമയത്ത് ഓപ്പൺ ആക്കി എടുത്തു നോക്കുമ്പോൾ 50 രൂപയുടെയും 100 രൂപയുടെയും നോട്ട് മാത്രമേ ഉള്ളൂ. 500 രൂപയുടെ 13 നോട്ടുകൾ കാണുന്നില്ല. ആ 13 നോട്ടുകളിന് റെസീറ്റ് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ സുകുമാരൻ എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല. ഇവർ ബാങ്കിൽ അതിന് യാതൊരു തെളിവുമില്ലാന്ന് ബാങ്ക് അധികൃതർ പറയുന്നത്. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ ബാങ്ക് മാനേജർ പറഞ്ഞ രീതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് നഷ്ടപ്പെട്ടു പോയിട്ട് എന്നുള്ള അപേക്ഷ. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും മേലുദ്യോഗസ്ഥന്റെ അനുമതി പ്രകാരം എഞ്ചിനീയറെ വരുത്തി മെഷീൻ പരിശോധിക്കുമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. വയനാട് ന്യൂസ്, ബത്തേരി. കടുത്ത വരൾച്ചയിൽ ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി ജലം പാഴാകുന്നു. ബത്തേരി മിനി സിവിൽ സ്റ്റേഷന് സമീപത്താണ് വെള്ളം പാഴാവുന്നത്. സമീപത്തെ ഫയർഫോഴ്സ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടും പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ നടപടിയില്ലെന്ന് ആരോപണം. വേനൽക്കാലത്ത് കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വറ്റി ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ലിറ്റർ കണക്കിന് ജലം ദിനംപ്രതി പാഴാവുന്നത്. ബത്തേരി പുൽപ്പള്ളി സംസ്ഥാന പാതയിൽ ബത്തേരി മിനി സിവിൽ സ്റ്റേഷൻ സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നത്. ദിവസങ്ങളായി ഇത്തരത്തിൽ വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നന്നാക്കാൻ നടപടിയായിട്ടില്ല. തൊട്ടടുത്ത് ഫയർ റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചറിയിച്ചിട്ടും നന്നാക്കിയില്ലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ കുടിവെള്ളം പാഴാവുന്നത് തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമായിരുന്നത്. 3-4 ദിവസമായി വാട്ടർ അതോറിറ്റി യാതൊരു ശ്രദ്ധയില്ലാതെ ഇത്തരത്തിൽ വെള്ളം ഇങ്ങനെ വ്യാപകമായി വേസ്റ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ഇതിന് പ്രത്യേകമായി സ്ക്വാഡിനെ രൂപീകരിച്ചുകൊണ്ട് ആ സ്ക്വാഡ് ഇതിന് ആരാണ് വെള്ളം വേസ്റ്റായി കിടന്നത് അവരെ പിടികൂടാൻ വേണ്ടി സ്ക്വാഡ് നിശ്ചയിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ കുടിവെള്ളം, നല്ല വെള്ളം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിൽ. വയനാട് ന്യൂസ്, ബത്തേരി. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനാതിർത്തി ഗ്രാമങ്ങൾ വൈദ്യുതീകരിച്ച് നൂൽപ്പുഴ പഞ്ചായത്ത് മാതൃകയാവുന്നു.
വനത്തിനുള്ളിലൂടെ വൈദ്യുതി എത്തിക്കുന്നതായിരുന്നു പ്രധാന തടസ്സം. കേബിൾ വഴി ഉൾവനത്തിനുള്ളിലൂടെ വൈദ്യുതി എത്തിക്കുകയും തുടർന്ന് വനാതിർത്തിയിൽ നിന്ന് പോസ്റ്റ് വഴിയുമാണ് കോളനിയിലേക്ക് വൈദ്യുതി എത്തിച്ചത്. നൂൽപ്പുഴ പഞ്ചായത്തിൽ കാപ്പാട്, കുണ്ടൂർ കോളനികളാണ് വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കോളനികൾ വൈദ്യുതീകരിക്കുന്നതിന് 1 കിലോമീറ്ററോളം ഉൾവനത്തിലൂടെ കേബിൾ വലിച്ചു കഴിഞ്ഞു. 20 ആദിവാസി കുടുംബങ്ങളും 10 ആദിവാസി ഇതര കുടുംബങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. വനമേഖലയായതുകൊണ്ട് വന്യമൃഗശല്യം രൂക്ഷമാണ്. വനം വകുപ്പും ജനപ്രതിനിധികളും പ്രദേശവാസികളും ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ച് ഫെൻസിങ്ങും ട്രെഞ്ച് നിർമ്മാണവും ഫലപ്രദമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 1978-79 കാലഘട്ടത്തിൽ 204 ഹെക്ടർ സ്വാഭാവിക വനം വെട്ടിനശിപ്പിച്ച് ഇവിടെ ഗ്രാൻഡീസ് പ്ലാന്റേഷൻ നടത്തിയിരുന്നു. ഇവയെല്ലാം മുറിച്ചുമാറ്റി സ്വാഭാവിക വനം വെച്ചുപിടിപ്പിക്കണമെന്നും അവ നിലനിർത്താൻ ശ്രമിച്ചാൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ കഴിയുമെന്നും പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും ഇടപെടലിനെ പ്രദേശവാസികൾ പ്രശംസിച്ചു. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ജനങ്ങൾക്ക് കുറേ കാലങ്ങൾ കൂടിയിട്ടുള്ള അവരുടെ വലിയൊരു ആഗ്രഹം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവരുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളൊരു ജനപ്രതിനിധി നിലയ്ക്ക് എൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട വനം വകുപ്പ് സഹായിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് ഭരണസമിതി സഹായിച്ചിട്ടുണ്ട്, മറ്റ് എല്ലാ ഇതിനുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എല്ലാ ആളുകളും ഇതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എപി ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ദേശീയപാത 766 രാത്രി യാത്രാ നിരോധനം നീക്കാൻ സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ഫ്രീഡം ടു മൂവ് 22-ന് രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ രാപ്പകൽ സമരം 22-ന് രാവിലെ മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ ഉദ്ഘാടനം ചെയ്യും. 23-ന് രാവിലെ സമാപന സമ്മേളനം MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമരത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. അഭിഭാഷക പാനലിനെ നിയമിക്കുക, പാത അടച്ചിടുന്ന മൂലമുണ്ടാകുന്ന നഷ്ടം കണക്കാക്കാൻ സാമ്പത്തിക സർവേ നടത്തി കോടതിയിൽ സമർപ്പിക്കുക, കർണാടകയുടെ തീരുമാനം അനുകൂലമാക്കുന്നതിന് രാഷ്ട്രീയ ചർച്ചകൾ ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം നടത്തുന്നത്. 22-ന് രാവിലെ 10 മണിക്ക് നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള CK സഹദേവൻ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. 100 കണക്കിന് യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിനൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സിമന്റ്, കമ്പി, മണൽ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾക്ക് കേരളത്തിൽ തീവില. വിലവർധന തടയാൻ ഗവൺമെന്റ് ഇടപെടുന്നില്ല. വില കുറഞ്ഞ് ഇറക്കുമതി സിമന്റ് വിൽപ്പനയ്ക്കെത്തുന്നത് തടയാൻ വൻകിട വ്യാപാര ലോബികൾ സജീവം. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി സിമന്റ്, കമ്പി, മണൽ തുടങ്ങിയവയുടെ വില സംസ്ഥാനത്ത് കുതിച്ചു കയറുകയാണ്. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സിമന്റിന് പാക്കറ്റിന്മേൽ 100 രൂപ അധികമാണ് ഈടാക്കുന്നത്. സിമന്റ് ചില്ലറ വിൽപ്പന വില 385-390 രൂപയിൽ നിന്ന് 430 രൂപയാക്കി ഉയർത്താനാണ് നീക്കം. അമ്മ സിമന്റിന് തമിഴ്നാട്ടിൽ 190 രൂപയാണ് വില. ആന്ധ്രയിൽ 300-ൽ താഴെയാണ് സിമന്റ് വില. കമ്പി വില കേരളത്തിൽ കിലോയ്ക്ക് 10 രൂപ വർദ്ധിച്ചു. മെറ്റൽ വില അടിക്ക് 30-35-ൽ നിന്ന് 40-45 രൂപയെത്തി. എംസാൻഡ് ഒരടിക്ക് 12 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ വില 55-60 രൂപയായി. കരിങ്കല്ല് ലോഡിന് 600 രൂപ മുതൽ 1200 രൂപ വരെ വർദ്ധിപ്പിച്ചു. മണൽ ലോഡിന് 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ക്വാറികൾ നിയന്ത്രിക്കപ്പെട്ട സാഹചര്യം മുതലെടുത്താണ് മണൽ, കരിങ്കല്ല് എന്നിവയുടെ വില കൂട്ടിയത്. കൊച്ചിയിൽ കപ്പൽ മാർഗം ചെലവ് കുറഞ്ഞ സിമന്റ് എത്തുന്നുണ്ടെങ്കിലും വൻ ലോബി വിൽപ്പന തടസ്സപ്പെടുത്തുകയാണ്. നിർമ്മാണ സാമഗ്രികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ അധിക വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഗവൺമെന്റ് യാതൊരു ഇടപെടലും നടത്തുന്നില്ല. കുത്തക കമ്പനികൾ യഥേഷ്ടം ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന സാഹചര്യത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാകും. വൻകിട ക്വാറി, ഖനന, കയ്യേറ്റ ലോബികൾ പൊതുസമൂഹത്തെ സമ്മർദ്ദ തന്ത്രത്തിൽ പെടുത്തുകയാണെന്നാണ് ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ഭഗവാന് വിളക്ക് തെളിയിച്ചാൽ കിട്ടുന്ന 20 രൂപ കൊണ്ട് 80-ാമത്തെ വയസ്സിൽ 72-കാരിയായ ഭാര്യയും താനും ഉൾപ്പെട്ട കുടുംബത്തെ പോറ്റേണ്ട ഗതികേടിലാണ് നെന്മേനി നമ്പ്യാർകുന്നിലെ മലമ്പുലിയൻകുന്ന് അനന്തൻ ചെട്ടി. അനന്തൻ ചെട്ടിക്കും ഭാര്യ കല്യാണിക്കും നാളിതുവരെ വാർദ്ധക്യകാല പെൻഷൻ പോലും കിട്ടുന്നില്ല. നെന്മേനി പഞ്ചായത്ത് നമ്പ്യാർകുന്നിൽ മലമ്പുലിയൻകുന്ന് അനന്തൻ ചെട്ടിയും കല്യാണിയുമാണ് വാർദ്ധക്യത്തിൽ ദുരിതവഴി താണ്ടുന്നത്. 2 ആൺമക്കളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2 പേരും മരണപ്പെട്ടു. പെൺമക്കളെ വിവാഹം ചെയ്തയച്ചു. ഇവർ 2 പേർ മാത്രമാണ് വീട്ടിൽ കഴിയുന്നത്. ക്ഷേത്രത്തിൽ നിത്യവും വിളക്കു തെളിയിക്കുന്നതിന് ലഭിക്കുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് ജീവിക്കുന്നത്. 2 വർഷം മുമ്പ് വരെ ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. പെൻഷനും നിലച്ചതോടെയാണ് ഇവരുടെ ദുരിതം വർദ്ധിച്ചത്.
പലവട്ടം പഞ്ചായത്തിൽ ചെന്ന് അധികൃതരെ കണ്ടെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾക്ക് ഇതുവരെ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ മെമ്പറെ കണ്ടു നോക്കി, പഞ്ചായത്ത് പോയി, എന്നിട്ടും ഒരു പുസ്തകമില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ഒരു മാർഗവുമില്ല. രോഗം എന്തെങ്കിലും ഉണ്ടോ? രോഗം തന്നെ ഉള്ളൂ. ഇപ്പോൾ എണിച്ചടക്കാൻ പറ്റില്ല, കാലിന് വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും സുഖമുണ്ടോ? എനിക്ക് നടുവിന് വേദന, പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. രോഗവും ദുരിതവും അലട്ടുകയും ഏകാന്തതയുടെ തടവറയിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്ത ഈ വയോവൃദ്ധർക്ക് ലഭിക്കേണ്ട നീതി അകാരണമായി അനന്തമായി വൈകുകയാണ്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്ന അപേക്ഷയാണ് ഇവർക്കുള്ളത്. വയനാട് ന്യൂസ്, ചീരാൽ. 14 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നടവഴി അയൽവാസി കെട്ടിയടച്ചതായി തിരുനെല്ലി കല്യാണിക്കാട്ടുകുന്നേൽ ബേബി ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് തടയാൻ ചെന്നപ്പോൾ അയൽവാസി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബേബിയുടെ ഭാര്യ അജിതയെപ്പറ്റി മോശമായ കാര്യങ്ങൾ എഴുതി ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്രധാനാധ്യാപികയ്ക്ക് കത്തയച്ചതായും ഇത് സംബന്ധിച്ച് SMS-ലും മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയതായും ബേബി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബേബി പറഞ്ഞു. അപ്പോൾ ഇവർ 14 വർഷം മുമ്പ് വാങ്ങിക്കും തന്നെ ആ റോഡിൽ നടവഴിയുണ്ട്. അത് ഞങ്ങൾ സാമ്പിൾ പരിശോധിച്ചാണ് അയൽക്കാർക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുമാതിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീട്ടിലേക്ക് കിടക്കാൻ യാതൊരു മാർഗമില്ല. ഓൾമോസ്റ്റ് അടുത്ത വീട്ടിൽ കയറി പോകാൻ. അപ്പോൾ ആ ഇത് പരാതി സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. സ്റ്റേഷനിൽ ഒരു നീതി കിട്ടിയില്ല. ബത്തേരി സ്റ്റേഷനിൽ അതുകൊണ്ടിപ്പോൾ ടീച്ചറെ അസഭ്യം പറഞ്ഞിട്ടില്ല. അവർ SMS-ലും പ്രജാസനും പരാതി കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വഴി തുറന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞം വളണ്ടിയേഴ്സ് സംഗമം ബത്തേരിയിൽ സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ സംഗമം മാനന്തവാടി രൂപതാ ബിഷപ്പ് ഡോക്ടർ മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്തു. ലാവൻഡർ റിബൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. KSSF എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ നിന്നും നീലഗിരി ജില്ലകളിൽ നിന്നും 1000-ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കാരിത്താസ് ഇന്ത്യയും ശ്രേയസും ചേർന്ന് സംഘടിപ്പിച്ച ആശാകിരണം ക്യാൻസർ കെയർ ക്യാമ്പിനോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി വിപണനമേള സംഘടിപ്പിച്ചു. ബത്തേരിയിൽ സംഘടിപ്പിച്ച വിപണനമേള ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ടോണി കോഴിമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ജിലി ജോർജ്, ശാന്ത മനോഹരൻ, പുഷ്പലത തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ശതാബ്ദി ആചരണം ഈ മാസം 24, 25, 26 തീയതികളിൽ SUCI വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ബത്തേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SUCIയുടെ സ്ഥാപന ദിനമായ 24-ന് 69-ാം വാർഷിക ദിനാചരണത്തോടൊപ്പം നവംബർ വിപ്ലവ ശതാബ്ദി ആചരണത്തിന് ഉദ്ഘാടനം വൈകിട്ട് 5 മണിക്ക് സംസ്ഥാന സെക്രട്ടറി CK ലൂക്കോസ് നിർവഹിക്കും. ഇതിനു മുന്നോടിയായി കോട്ടക്കുന്നിൽ നിന്നും സ്വതന്ത്ര മൈതാനിയിലേക്ക് പ്രകടനം നടത്തും. 25, 26 തീയതികളിൽ ചരിത്ര പ്രദർശനം, സെമിനാറുകൾ, റഷ്യൻ ചലച്ചിത്ര പ്രദർശനം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 24, 25, 26 തീയതി ഏപ്രിൽ 24 SUCI കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാപന ദിനമാണ്. ഇപ്രാവശ്യത്തെ സ്ഥാപന ദിനത്തിന്റെ ഭാഗമായിട്ട് ഈ നവംബർ വിപ്ലവാചരണത്തിന്റെ 3 ദിവസത്തെ പരിപാടിയുടെ ഉദ്ഘാടനവും ഒന്നിച്ച് ഏപ്രിൽ 24-ാം തീയതി ബത്തേരിയിൽ നടത്തി. ഒരു പ്രകടനം ഉണ്ട്. അത് കോട്ടക്കുന്ന് ആരംഭിച്ച് സ്വതന്ത്ര മൈതാനിയിൽ സമാപിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ രാമചന്ദ്രന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാനന്തവാടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം KHRA സംസ്ഥാന സെക്രട്ടറി PR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രേഷ്മ ഉപഹാരം നൽകി. പ്ലാസ ഇബ്രാഹിം, ബിജു മന്ന, നസീർ പ്രസാദ്, ജോസ് ലോകനാഥൻ എന്നിവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വരൾച്ച വിലയിരുത്താൻ ജില്ലയിൽ കേന്ദ്ര സംഘമെത്തി. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ സന്ദർശനത്തിൽ പ്രാദേശിക ജനപ്രതിനിധികൾ വിട്ടുനിന്നു. മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് പരാതി. നക്സൽ നേതാവ് A വർഗീസിനെ ക്രിമിനലായി ചിത്രീകരിച്ച് സത്യവാങ്മൂലം സർക്കാർ മാറ്റി നൽകും. നടപടി LDF തീരുമാനപ്രകാരം. വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നടത്തിപ്പുകാരുടെ പകൽ കൊള്ള. മാനന്തവാടി പഴശ്ശിക്കുടീരത്തിൽ വകുപ്പ് മന്ത്രിയുടെ പാർട്ടി ഭാരവാഹികളുടെ ബന്ധുക്കൾക്ക് നിയമനം. കാരണമില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം.
മൂടക്കൊല്ലി പന്നി ഫാമിനെതിരായ പരാതി വ്യക്തിവൈരാഗ്യവും വ്യാജവുമെന്ന് ഫാം ഉടമകൾ. വനാതിർത്തി ഗ്രാമങ്ങൾ വൈദ്യുതീകരിച്ച് നൂൽപ്പുഴ മാതൃകയായി. വനത്തിലൂടെ കേബിൾ വഴി വൈദ്യുതി എത്തിച്ചു. 30 കുടുംബങ്ങൾക്ക് വെളിച്ചം നൽകി. ഭഗവാന് വിളക്ക് വെച്ചാൽ കിട്ടുന്ന 20 രൂപ കൊണ്ട് നിത്യനിദാനം 80-ാം വയസ്സിൽ. മലമ്പുലിയൻ കുന്നിലെ അനന്തൻ ചെട്ടിക്കും ഭാര്യയ്ക്കും വാർദ്ധക്യകാല പെൻഷൻ ഇല്ല. വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.